വളരെ പെട്ടെന്ന് തിരിച്ചു പോകാം എന്നുള്ള ആശയോടുകൂടി ഇവിടെ എത്തി സമരം ആരംഭിച്ചതാണ്. പക്ഷേ നമ്മുടെ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ നമ്മളെ 266 ദിവസം, ശരിക്കും പറഞ്ഞാൽ 9 മാസത്തിന് 9 ദിവസം കൂടി ഉള്ള ഒരു സന്ദർഭത്തിലാണ് അവസാനിപ്പിക്കാൻ ഇടവരുത്തിയത്. അതുവരെ ഈ തെരുവിൽ നമ്മുടെ ആശമാർ രാവും പകലും ഇരിക്കുകയായിരുന്നു. പകൽ സമരം എന്നുള്ളൊരു വെറൊരു വാക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ രാവും പകലും ഈ തെരുവോരത്തിരിക്കുക എന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അങ്ങനെ 266 ദിവസം ഈ തെരുവോരത്തിരിക്കാനും ഈ കേരളത്തിലെ മിക്കവാറും നഗരങ്ങളെ രാത്രി അന്തി ഉറങ്ങിക്കൊണ്ട് 46 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു രാപ്പകൽ സമരയാത്ര നടത്താനും ഒക്കെ ഇടവരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചൂഷണം ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഞങ്ങൾ തൊഴിലാളികളാണ്. നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ സർക്കാരിൽ നിന്നും, പിണറായി സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ചോദ്യം അതായിരുന്നു: നിങ്ങളെങ്ങനെ തൊഴിലാളികളാകും? നിങ്ങൾ ചെന്ന് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യൂ, നിങ്ങളെ തൊഴിലാളികളാക്കൂ എന്ന് പറയിപ്പിക്കാൻ സമരം ചെയ്യുന്നതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓണറേറിയം വാങ്ങണമെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോകൂ, നിങ്ങൾക്ക് ഇൻസെന്റീവ് കൂട്ടണമെങ്കിൽ പോകൂ, നിങ്ങൾക്ക് പെൻഷൻ വാങ്ങണമെങ്കിൽ പോകൂ, നിങ്ങൾക്ക് വിരമിക്കുമെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോകൂ എന്നാണ് പറയുന്നത്. ഡൽഹിയിൽ പോകാൻ ഞങ്ങൾക്ക് മനസ്സിലെന്ന് നമ്മൾ അവിടെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നവരാണ്, ഈ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ കഴിഞ്ഞ 18 വർഷമായി പണിയെടുക്കുന്നവരാണ്. ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോടാണ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പൊ പറഞ്ഞു, പ്രശ്നം ഇതാണ്, ഞങ്ങളല്ല ഇതിന്റെ ആളുകൾ. ഇങ്ങനെ പറഞ്ഞൊഴിയാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് പറഞ്ഞൊഴിയാൻ കഴിയില്ല. ഈ നാട്ടിലുണ്ടായിരിക്കുന്ന മുഴുവൻ പ്രക്ഷോഭങ്ങളും ഇങ്ങനെ പറഞ്ഞൊഴിയലിനെതിരെ നടത്തിയിരിക്കുന്ന പ്രക്ഷോഭങ്ങളാണ്. കർഷക തൊഴിലാളികൾ സമരം അങ്ങനെയാണ്. ഈ നാട്ടിലെ എല്ലാ തൊഴിലാളി വിഭാഗങ്ങളും സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പിണറായി വിജയനും സംഘവും പറയുന്നത് പോലുള്ള പറഞ്ഞൊഴിയലുകൾക്കെതിരെയുള്ള സമരങ്ങളിലാണ്. നിങ്ങൾ തന്നെ തീർക്കണം. നിങ്ങൾക്ക് എന്താ തീർക്കാൻ കഴിയില്ലേ? തീർക്കാൻ കഴിയും. കാരണം ഇവരെ ചോദിച്ചിരിക്കുന്നത്, ഞങ്ങൾ ചോദിച്ചത് 21,000 രൂപയാണ്. 21,000 രൂപ സർക്കാർ കൊടുക്കേണ്ട മിനിമം കൂലിയാണ്. ഇവിടെ പണിയെടുക്കുന്നവർക്ക് 700 രൂപ ദിവസം കൂലി മിനിമം പ്രഖ്യാപിച്ചതാണ്. 21,000 ഞങ്ങൾ കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയവരാണ്. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിങ്ങൾ പാലിക്കണ്ടേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തൊഴിലാളിയായി, പിന്നെ നോക്കണ്ട. അങ്ങനെ തൊഴിലാളിയാക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ ഗവൺമെന്റ് നമ്മൾ മുമ്പിൽ വെച്ചു കൊടുത്തത്. നിങ്ങൾ അത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, തൊഴിലാളികളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷെ ചെയ്തില്ല. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒരു 100 രൂപ കൂടി കൂട്ടിത്തരൂ എന്നാവശ്യപ്പെട്ടപ്പോൾ അതുപോലും ചെയ്യാൻ തയ്യാറായില്ല. അതുപോലും ചെയ്യാൻ തയ്യാറാവാതെ നിന്ന് ഈ ആശാ വർക്കർമാരെ എന്തെന്നില്ലാത്ത രീതിയിൽ അപഹസിക്കുകയാണ് ചെയ്തത്. ഒരു സമരത്തെ എങ്ങനെയൊക്കെ അപഹസിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അപഹസിക്കുന്ന ഒരു നിലപാട് ഈ സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളതാണ് വാസ്തവം. അതിനെതിരെ പിടിച്ചു നിന്നു, അവസാനം വരെ പിടിച്ചു നിന്നു. ഞങ്ങൾക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്ന് ഈ ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അവസാനം അംഗീകരിപ്പിച്ചു. ഒരു പേരിന് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഒരു നിർദ്ദേശവും കാര്യമായിട്ട് മുന്നോട്ട് വെച്ചില്ല, കൊടുത്തതുമില്ല. എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി. അവസാനം 1000 രൂപ പ്രഖ്യാപിച്ചു, ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഇപ്പതാ ബജറ്റിൽ വീണ്ടും 1000 രൂപ വർദ്ധിച്ചു. 3 മാസത്തിനിടയിൽ 2000 രൂപ ശ്രീ പിണറായി വിജയന്റെ സർക്കാരിൽ നിന്നും ഓണറേറിയമായി തന്നെ അനുവദിപ്പിക്കാൻ ഈ ആശാ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വിജയം. അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നും കൂടുതൽ ഞാൻ നിർത്തുന്നില്ല. ധാരാളം ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ട്. ഈ സമരത്തിനിടയ്ക്ക് കേരളത്തിലെ ആശാവർക്കർമാർ നേടിയിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം അവരുടെ അടിമപ്പണി അവസാനിപ്പിച്ചെന്നുള്ളതാണ്. അവർ അടിമപ്പണിയായിരുന്നു. ഇവിടെയുള്ള ഉദ്യോഗസ്ഥ മേധാവികൾ മുഴുവൻ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റിപ്പോർട്ട് കൊടുക്കുകയും രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റാതെ 12 മണിയും 1 മണിയായിട്ടും ചെയ്തു തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ ജോലിക്ക് കൃത്യതയുണ്ടാക്കി. ഇന്നെ ജോലി ചെയ്താൽ മതി. ഇപ്പൊ ആരും കുതിര കയറാൻ വരുന്നില്ല.
മറ്റ് യൂണിയനിൽ പെട്ടിരിക്കുന്ന ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള 21,125 ആശാ വർക്കർമാർ ഇന്നത് അനുഭവിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. തൊഴിലാളി എന്നതിലേക്കുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. മറ്റടിമപ്പണിയായിരുന്നു അതുവരെ. ആ അടിമപ്പണി സമരം കൊണ്ട് അവസാനിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനിയും സമയമുണ്ട്. ഞങ്ങളിപ്പോൾ ഈ സമരം മുന്നോട്ട് വെച്ചിരിക്കുന്നത് 21,000 രൂപയാക്കണം എന്നുള്ളതാണ്. 2,000 രൂപ പോരാ, നിങ്ങൾ 21,000 രൂപയാക്കണം. മാന്യമായ അല്പം മാന്യമായി ജീവിക്കണമെങ്കിൽ ആ കൂലി കിട്ടണം. പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കണം. പല സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നു, ബംഗാളിൽ കൊടുക്കുന്നു, ഹരിയാനയിൽ കൊടുക്കുന്നു, ബീഹാറിൽ കൊടുക്കുന്നു, പല സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. പിരിഞ്ഞു പോകുമ്പോൾ തുക അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ല, നിങ്ങൾ കൊടുക്കുന്ന 5 ലക്ഷം രൂപ. ഒരു ബുദ്ധിമുട്ടുമില്ല. അതേപോലെ തന്നെ ഒരു പെൻഷൻ സ്കീം ഉണ്ടാവണം. ഇതാണ് ആവശ്യപ്പെടുന്നത്. സർക്കാരിന്റെ പണമില്ലേ? ആര് വിശ്വസിക്കും പണമില്ല എന്നുള്ളത്? ഞങ്ങൾ ഞെരുക്കത്തിലാണെന്ന് പറയുന്നില്ല, പക്ഷെ ചിലപ്പോൾ പറയുകയും ചെയ്യും. ഇതാണ് സ്ഥിതി. നിങ്ങൾ എന്ത് ഞെരുക്കത്തിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികളുടെ കാര്യമാണ്, പണിയെടുക്കുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ ഇടതുപക്ഷം പറയുന്നുണ്ടെങ്കിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് പണിയെടുക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അത് പരിഹരിക്കാതെ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനാവശ്യ ചെലവുകൾ, ധൂർത്തുകൾ ഈ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും പടം വെച്ച് നാട് മുഴുവൻ ഈ നമ്മളെ പാതയോരങ്ങൾ എല്ലാ ഹൈവേകളുടെയും ഇരുവശങ്ങളിലും കൊടുത്തിരിക്കുന്ന പല രീതിയിലുള്ള ഫ്ലക്സുകൾ, ഡിജിറ്റൽ ബോർഡുകൾ അവിടെയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്രമാത്രം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി? ഇത് എവിടെ നിന്നുണ്ടാവുന്നു ഈ കാശ്? തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഈ നാട്ടിലെ പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഈ നാട്ടിന്റെ പാതയോരത്തും ബസ്സുകളുടെ പള്ളയ്ക്ക് മേലും നിങ്ങളുടെ പടം വെച്ച് മാത്രം പ്രചരണം നടത്തുമ്പോൾ ഇതിനൊക്കെ കാശ് എവിടെ നിന്നാണ്? ഈ കാശ് പോലെ ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. അവസാനം ജയിലിലെ പുള്ളികൾക്ക് കുറ്റവാളികളെ ജയിലടച്ചിരിക്കുകയാണ്. ഒരു റിപ്പോർട്ടുമില്ല അവർക്ക് ഇത്ര കൊടുക്കുന്നത്. അഥവാ റിപ്പോർട്ട് ഉണ്ടതിന്റെ എത്ര ഇരട്ടി? 10 ഇരട്ടിയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. 650ഓളം രൂപ ജയിലിലെ പുള്ളികൾക്ക്. അത് ഈ ആശാ വർക്കർമാരോടുള്ള വെല്ലുവിളിയാണ്. ഞങ്ങൾ കൊടുക്കേണ്ടവർക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ കൊടുക്കും, പക്ഷെ നിങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല. അതിന്റെ 1/3 പോലും ആശാ വർക്കേഴ്സിനില്ല. പക്ഷെ ഞങ്ങൾ കുറ്റവാളികൾക്ക് വേണ്ടത് ചെയ്യും. കുറ്റവാളികളുടെ അവകാശങ്ങളോട് ഞങ്ങൾ കൈവെക്കുന്നില്ല. പക്ഷേ ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ, എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതേസമയം ഈ നാട്ടിൽ പണിയെടുക്കുന്ന ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, തൊഴിലാളികൾക്ക് പലതര കമ്മിറ്റികളും പലതര ആവശ്യങ്ങളും പലതര സമരങ്ങളും പ്രക്ഷോഭങ്ങളും ദിവസങ്ങളോളം ഈ തെരുവുകളിൽ നടന്നിട്ടും അതിനെ അഡ്രസ് ചെയ്യാത്തൊരു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ നടപടിയെടുത്തിരിക്കുന്നത്? അപ്പോൾ പ്രശ്നം വളരെ കൃത്യമാണ്. തൊഴിലാളികൾക്ക് ഇതോട് ഞങ്ങൾക്ക് മമതയില്ല. അവരുടെ ആവശ്യങ്ങളല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? ഞങ്ങളുടെ ആവശ്യങ്ങൾ അദാനിമാരുടെയും അംബാനിമാരുടെയും യൂസഫ് അലിമാരുടെയും താല്പര്യങ്ങളാണ്. അവർക്കെല്ലാം കൊടുക്കാം. അവർക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അവരുടെ പങ്കാളികളാണ്. നേരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, അദാനിയെ ഞങ്ങളുടെ ബിസിനസ് പങ്കാളി ഇവരാണ്. അപ്പൊ പങ്കാളികളായി കൊടുക്കാണ്. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പിലാക്കുമ്പോൾ അതിന്റെ പങ്കാളികളായിരിക്കുന്ന ഈ കുത്തകൾക്ക്, കോർപ്പറേറ്റുകൾക്ക് അവരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടേ ഇവിടെ നിങ്ങൾക്ക് നിലപാടെടുക്കാൻ പറ്റുള്ളൂ. തൊഴിലാളികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണിയെടുക്കുന്നവർക്ക്, തൊഴിലാളികൾക്ക് അവകാശങ്ങൾ അംഗീകരിച്ച് കൊടുക്കരുത് എന്നാണ്. അതാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതാണ് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുന്നു. ഇതിനെതിരെയുള്ള സമരമാണിത്. വെറും ഓണറേറിയം അല്പം കൂട്ടം എന്നുള്ള സമരമാണ് തുടങ്ങിയതെങ്കിലും പുറത്തേക്ക് വന്നത് ഇത്തരം അനവധി പ്രശ്നങ്ങളാണ്. നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ ഡിമാൻഡുകളും ഏറ്റവും മിനിമം ഡിമാൻഡുകളാണ്. ആ മിനിമം ഡിമാൻഡുകൾ എങ്കിലും ഈ സർക്കാരിനെ കൊണ്ട് അംഗീകരിച്ചേ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടും അംഗീകരിച്ചേ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സമരം തുടങ്ങിയ ഏതാനും മാസങ്ങൾ, 1 മാസം പിന്നിട്ടപ്പോൾ തന്നെ അവർ ഒരു വർധന വരുത്തി. ആശാ വർക്കർമാരുടെ ചരിത്രത്തിൽ ആദ്യമായി അവരെ പണിയെടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വർധനവാണ് കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചിൽ കൊണ്ടുവന്ന ആ ഇൻസെന്റീവിന്റെ വർധനവ്. 1,500 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടും
അതുപോലെ പല ഇൻസെന്റീവുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ ഇനി പറഞ്ഞതുപോലുള്ള പല കാര്യങ്ങളും വർദ്ധിപ്പിച്ചു. പക്ഷെ ഈ ഗവൺമെന്റ് ഇപ്പോഴും കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ മടിക്കുന്ന ആളുകളാണ് പറയുന്നത് നിങ്ങൾ എന്തേ അവരോട് വീണ്ടും ചോദിക്കില്ല. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇനിയും ചോദിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷെ അവർ ചെയ്തത്, അത് കൂട്ടിയത് എന്തേ നിങ്ങൾ തരുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയൂ ആദ്യം. അത് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് സമരം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത് തൊഴിലാളിയുടെ പണിയെടുക്കുന്നവരുടെ സമരമാണ്. പണിയെടുക്കുന്നവരുടെ സമരങ്ങൾ നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് പല പത്രങ്ങളും എഴുതി. ചൂടാണ് തണുത്തുപോയ കേരളം, സമരച്ചൂടില്ലാതായ കേരളം എന്ന് പത്രങ്ങൾ എഴുതി. കാരണം സമരങ്ങളില്ലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ആശാസമരം ഈ സംസ്ഥാനത്തെ ഒന്ന് ചൂടാക്കിയെടുത്തത്. സമരങ്ങൾ കൊണ്ട്, മുദ്രാവാക്യങ്ങൾ കൊണ്ട്, പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഈ സമരം ഈ കേരളത്തെ ഒന്ന് ചൂടിലേക്ക് കൊണ്ടുവന്നു. ഒരു സമര ചൂടിലേക്ക് കൊണ്ടുവരാൻ ആശാസമരത്തിന് കഴിഞ്ഞു കേരളത്തെ. ഇനി അത് പുറകോട്ട് പോകില്ല. കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട്. സമരത്തിന്റെ മുനയൊടിക്കാനും ചൂട് തണുപ്പിക്കാനും നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വർഗ ആവശ്യമാണ്. പക്ഷെ അവിടെ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ആശാസമരത്തിന്റെ പ്രത്യേകത. അതിനിയും മുമ്പോട്ട് കൊണ്ടുപോകും.